ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമിഗോസ് ട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞാൽ കട്ട ചൂടാണ് ഗൈസ്. നല്ല അട്ടിപ്പൻ ചൂടാണ്, ഒരു രക്ഷയില്ല, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് മഴ പെയ്യുമെങ്കിലും ആ ഒരു മഴയുടെ തണുപ്പ് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂടത്ത് നമ്മളിന്നൊരു ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? മുള സർബത്ത്. അതെ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് മുള സർബത്ത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ കണ്ട പോലെ നമ്മൾ മുളയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുള വെച്ചാണ് നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മുള നമുക്ക് ഇനി വെട്ടിയെടുക്കണം. അപ്പോൾ വെട്ടിയെടുക്കാൻ വേണ്ടി ആക്സോ ബ്ലേഡ് വെച്ച് നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ മുള നല്ല സെറ്റാക്കി ആക്സോ ബ്ലേഡിന് നല്ല ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു കൂട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ നമ്മുടെ മുള സർബത്ത് വാങ്ങിച്ച് കുടിക്കാൻ നേരത്ത് ആരും അങ്ങനെ ആ കൂട്ട് ആരും പറഞ്ഞു തരില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അമിഗോസ് ട്യൂബിൻ്റെ സ്പെഷ്യൽ മുള സർബത്താണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ തന്നെ ആ മസാല എന്ന് വെച്ചാൽ ആ ഒരു പൊടി നമ്മൾ തന്നെ ഉണ്ടാക്കി ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു മുള സർബത്ത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നോക്കാം. ആദ്യമേ നമുക്ക് ഈ ഒരു മുള കഴുകിയെടുക്കാം കേട്ടോ. വെള്ളം വെച്ച് നമുക്കൊന്ന് കഴുകി കൊടുക്കാം കേട്ടോ. കഴിക്കടാ, കുഴിക്കൂ. മതി മതി മതി. നമുക്ക് നമ്മുടെ കുരുമുളകൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മളൊരു പൊളി പൊടിക്കും. എല്ലാത്തിനേ ഇല്ലേ ഞാൻ പുകച്ച് പുറത്തേക്ക് അടിക്കുന്നു. കുരുമുളകാണ് മച്ചാന്മാരെ. കുരുമുളകിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറയാമ്പൂ, കുറച്ച് ഏലക്ക, ഇതും ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ അമിഗോസ് ട്യൂബിൻ്റെ സ്പെഷ്യൽ മസാല പൊടി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്ക് ഒരു സ്പൂൺ വെച്ച് നമ്മുടെ മുളയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ മസാല പിടിച്ചോ. ഒരു സ്പൂൺ മസാല. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു പച്ചമുളകുണ്ട് മച്ചാന്മാരെ. ഇന്നൊരു വഴിയാകും എല്ലാം, മിക്കവാറും വെള്ളത്തിൽ ചാരേണ്ടി വരും. ഇനി ഇതും നമ്മുടെ മുളയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 2 ഒരു നാരങ്ങ മുറിച്ച് നമ്മുടെ മുളയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലപോലെ തന്നെ പിഴിഞ്ഞ് ആടിസാക്കേ മഞ്ഞ കണ്ടാടാ. ഓഫ്, കണ്ട ഗൈസ് നമ്മുടെ നാരങ്ങ. ഈ നാരങ്ങത്തോട് ഇതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. എൻ്റെ മോനെ, നാരങ്ങ വന്നപ്പോൾ ഒരു വേറെ ലെവലായി കേട്ടാ. നമ്മുടെ സർബത്തിന്റെ ലെവലൊക്കെ മാറി ഒന്ന്. നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ ഗൈസ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പിടുന്നത് നമ്മുടെ മധുരത്തിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ കുറച്ച് ഉപ്പ്, ഇവിടെയും കുറച്ച് ഉപ്പ്, കസ്കസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ മോനെ, 2 സ്പൂൺ കസ്കസ്, ഇവിടെയും 2 സ്പൂൺ കസ്കസ്. ഗൈസ്, ഇനി നമ്മുടെ മുള സർബത്തിൻ്റെ മെയിൻ ഐറ്റമായ നമ്മുടെ സർബത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സർബത്ത് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത സർബത്താണ്. അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു. ഇത് പഞ്ചസാര സർബത്താണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിടി എന്റെ ഗൈസ്, കിട്ടില്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടാ. കുടിച്ചു നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. പിടിച്ചേ പിടിച്ചേ. ഈ എല്ലാം കൂടെ എന്നിട്ടൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോയാണ്. ഇനി അടുത്ത സോഡ പൊട്ടിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ സോഡ പൊട്ടിക്കുന്നത് നമ്മുടെ ഇടതും വലതും നിൽക്കുന്ന ഗ്ലസിനെയും റൂണിനെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇന്ന് പൊട്ടുവാന്ന് സംശയം. രണ്ടും പൊട്ടിച്ചു. കാരണം എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല, എൻ്റെ പല്ലേ കമ്പി കിട്ടണ കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സോഡ ഒഴിക്കേണ്ട ഒരു പ്രത്യേക രീതിയുണ്ട്, അറിയാവോ? എങ്ങനെയാണ്? അങ്ങനെയല്ല. ഇത് പിടിച്ചിട്ടില്ലേ, പൊക്കി വേണം ഒഴിക്കാൻ. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ ചായ അടിക്കല്ലേ, അങ്ങനെ ഇങ്ങനെ പൊക്കി വേണം അടിക്കാൻ. മനസ്സിലായല്ലോ? പൊക്കി അടിച്ചു. റെഡി, 1 2 3 സ്റ്റാർട്ട്. പൊക്ക്.
എന്റെ മോനെ ചീറേ പതഞ്ഞ് ചാടി മക്കളെ. ഇനി കുടിച്ചു നോക്കുന്നൊരു ചടങ്ങ് ഉണ്ട് കേട്ടാ. ആ കുടിച്ചോ കുടിച്ചോ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മുളക് എങ്ങനെയുണ്ട്? എരിവണ്ട എരിവണ്ട. എന്റെ മോനെ നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. കിട്ടില്ല സാധനം ഗൈസ്. കിട്ടില്ല സാധനം. അടിപൊളി സാധനം കേട്ടാ. നമ്മുടെ ആ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ആ ഒരു പഞ്ചസാര പാനിയുടെ ഒരു ടേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. എപ്പോഴുള്ള ഡയലോഗ് ആണ് ഞാൻ മാറ്റിയരാ. എനിക്കെന്നാലും ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സാധനം കാണിച്ചേ. നിനക്കൊന്നും തരികയില്ല. ഇത് ഞങ്ങൾ തന്നെ കുടിച്ചു തീർക്കും. നോക്കി നിൽക്കണ്ട. കിടില സാധനം. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. കുർമാണി സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചുണ്ടൊക്കെ എരിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് വരുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തായാലും Amigoz 2 എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബട്ടൺ അടിച്ചിടിച്ച് പൊട്ടിച്ചേക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ ക്ലെയിം മച്ചാനോടൊപ്പം വെറുതെ ഇരിക്കുന്ന സോറി മൈക്ക് മാനായ അച്ഛനോടൊപ്പം is me ജോഷൻ ജോസ് signing out. ഇടി കിടക്കണേ. അയ്യോ ഓടിവായോ ഇടി കിടക്കണേ. അതെന്താണ് ആക്ച്വലാ. എഴുന്നേറ്റ് വേണം അഭിനയിക്കണം നീ. ടാറ്റ എല്ലാവർക്കും ടാറ്റ എല്ലാവർക്കും ടാറ്റ. എടാ കത്തി ഉണ്ടോളാ. കിട്ടില്ല സാധനം എല്ലാവരും അടിച്ചു നല്ല പോളിയായിട്ട് നിക്കണ ഗൈസ്. പോളി ആ പ്രാന്തൻ.